എല്ലാവർക്കും നമസ്കാരം. രണ്ടാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മളന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യ ഭാഗത്ത് ആൻഡിന്റെ സോങ് നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ വേർഡ് പിരമിഡാണ്, കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിയുള്ള വേർഡ് പിരമിഡാണ് നൽകുന്നത്. ചെറിയ വാക്കുകളാണ്. ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലേക്ക് എത്തുന്ന കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ച് 2 or 3 വരികൾ എഴുതിപ്പിക്കാം. അതിൽ കൂടുതൽ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ സ്പെഷ്യൽ നോട്ട് ചെയ്യാം. കാരണം അവരൊരു എബോവ് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരിക്കും. അവർക്ക് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം ലാസ്റ്റ് സെന്റൻസ് പോലെ വലിയ സെന്റൻസുകൾ അവർക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ ദേ ആർ എക്സെപ്ഷണലി സ്കിൽഡ്. അവരെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വാക്കുകൾ ആൻഡ് ഉറുമ്പ്, ആൻഡ് ഇവിടെ എ ആൻഡ് ഈ ഒരു പ്രയോഗ സാധ്യത പഠിപ്പിക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാം ക്ലാസ്സിന്റെ CBSE പുസ്തകത്തിൽ, അതായത് NCERT ടെക്സ്റ്റിൽ ഈ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാം ക്ലാസ്സിന്റെ NCERT പുസ്തകത്തിൽ എ ആൻഡ് എന്നിവയുടെ ഉപയോഗം ആദ്യ ചാപ്റ്ററിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കും ചർച്ച ചെയ്യാവുന്നതാണ് എ ആൻഡ് അവയുടെ പ്രയോഗം. രണ്ടാമത്തത് എ റെഡ് ആൻഡ്. ഇവിടെ എന്തുകൊണ്ട് എ ആയി ആയി എന്നുള്ളൊരു സംശയം ചോദിക്കുന്ന ഒരു കുട്ടി അവരത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള കുട്ടികളെയും നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ആദ്യ ഭാഗത്ത് ആൻഡ് ആണ്, രണ്ടാമത്തെ ഭാഗത്ത് ആൻഡ് ആണ്, മൂന്നാമത്തേതിൽ ആൻ ഇല്ല, എ റെഡ് ആൻഡ് ആയിട്ട് മാറി. അങ്ങനെ ഒരു സംശയം വേണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. എ അല്ലെങ്കിൽ ആൻ, ഒരു എന്നുള്ള അർത്ഥത്തിൽ. എ ആൻഡ് എന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. തെറ്റാണ്, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവൻ പതിയത് ശരിയാക്കും. 1 നിന്ന് 2 കുട്ടിയല്ലേ ഉള്ളൂ, അങ്ങനെ കരുതുക. ആൻഡ് എ റെഡ് ആൻഡ് എ സ്മാൾ റെഡ് ആൻഡ്. റെഡിന് മുമ്പിൽ ഒരു ചെറിയ വാക്ക്, എ സ്മാൾ റെഡ് ആൻഡ്. എ സ്മാൾ റെഡ് ആൻഡ് വാക്സ്. A small red ant walks fast. A small red ant walks fast on leaves. ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. മലയാളത്തിനും ഇതേ രീതിയിൽ തന്നെ എഴുതിപ്പിക്കാം. ആദ്യം ഇംഗ്ലീഷ് പാഠമായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ മലയാളത്തിൽ ചെയ്യിപ്പിക്കും. ഇപ്പൊ ഫാൻ, ഒരു ഫാൻ, ഒരു കറങ്ങുന്ന ഫാൻ, ഒരു കറങ്ങുന്ന കറുത്ത നിറമുള്ള ഫാൻ. ആ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയിപ്പിക്കാം. മാങ്ങ അല്ലെങ്കിൽ മാവ്, ഒരു വലിയ മാവ് പറയിപ്പിക്കുക, ധാരാളം പറയിപ്പിക്കുക. അപ്പോൾ മാത്രമേ അവരുടെ വൊക്കാബുലറി ആൻഡ് തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്പ് ആവും. ഓക്കെ, രണ്ടാമത്തെ വാക്ക് മഷ്റൂം. ഈ പദങ്ങളെല്ലാം നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്, 1ാമത്തെ യൂണിറ്റിലുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്. മഷ്റൂം കൂണാണ്, അല്ലെങ്കിൽ കുമിൾ, കൂൺ എന്നൊക്കെ പറയുന്ന സാധനമാണ്. എ മഷ്റൂം, എ ബിഗ് മഷ്റൂം, എ ബിഗ് റെഡ് മഷ്റൂം, എ ബിഗ് റെഡ് മഷ്റൂം നിയർ ദ ട്രീ. ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഇവിടെ പഠിപ്പിക്കാവുന്ന ഒരു ടോപ്പിക്ക് EVSന്റെ കഴിക്കാൻ പറ്റുന്ന കൂണുകളും കഴിക്കാൻ പറ്റാത്ത കൂണുകളും, അല്ലെങ്കിൽ കൂൺ വിഷമുള്ളതാണ്, വിഷമില്ലാത്തതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിപ്പിക്കുക. കച്ചവട സാധ്യതകൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാം ക്ലാസ്സിൻ്റെ അതൊക്കെ ചെയ്യാമോ എന്ന് വെച്ചാൽ തീർച്ചയായും ചെയ്യാവുന്നതാണ്. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന നല്ലൊരു സമയമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ ബ്രൈറ്റ് ബീസ് എന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതൊന്ന് സ്കാൻ ചെയ്താൽ മതിയാകും. ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പഠന സഹായികൾ നിങ്ങൾക്ക് ലഭ്യമാകും. 29 രൂപയാണ്. നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ ടോപ്പിക്കിൽ നിന്ന് ആൻഡ്, മഷ്റൂം, റെയിൻ, ബട്ടർഫ്ലൈ, മൗസ്, ഇങ്ങനെ ഈ പാഠത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് പിരമിഡ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ടോപ്പിക്ക് വായിച്ച് മനസ്സിലാക്കാനും, അതിനോടൊപ്പം ആന്റണിംസ്, സിനണിംസ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാം ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ആ രീതിയിൽ കുട്ടിക്ക് മാക്സിമം എഴുതാനും വായിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1ാമത്തെ യൂണിറ്റിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ആയിരിക്കും പേയ്മെന്റ്. എല്ലാവർക്കും ശുഭദിനം. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.